ആലു ബീഫ് കീമയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ബീഫ് കീമയുടെ കൂടെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സൂപ്പർ കറിയാണ്. ഞാനിന്നത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഏത് റൊട്ടിയുടെയും പത്തലിൻ്റെയും നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ബാച്ചിലേഴ്സൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഈ കീമ വെച്ചിട്ട്. അപ്പോൾ അവർക്ക് കൂടി ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ബീഫ് കീമ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിൽ ബീഫ് വാങ്ങിക്കുന്ന സ്ഥലത്തൊന്നും ഇങ്ങനെ കീമയാക്കിയിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഗൾഫിൽ നിന്നാണെങ്കിൽ നമുക്കിത് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കീമയായിട്ട്. അപ്പോൾ ഞാനിന്ന് ഏതായാലും വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഞാൻ കിച്ചൺ മെഷീൻ കാണിച്ച സമയത്ത് അതിൻ്റെ ഓരോ ഫംഗ്ഷനും കാണിക്കാൻ കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോയിലായിട്ട് ഓരോ ഫംഗ്ഷൻ ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കീമ ഉണ്ടാക്കുന്നത് ഇതിൽ കാണിക്കാമെന്നും കൂടി വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. 1.5 കിലോഗ്രാം എല്ലില്ലാത്ത ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കീമയാക്കാൻ വേണ്ടിയിട്ട് എല്ലില്ലാത്ത ബീഫ് തന്നെ എടുക്കണം. അപ്പോൾ ബീഫ് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളം കളയാൻ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമുക്ക് കീമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം കീമ ഉണ്ടാക്കിയതിന് ശേഷം കൂടുതൽ നമുക്ക് കഴുകാൻ പറ്റില്ല, അത് അലിഞ്ഞു പോവും. അപ്പോൾ ഇത് നമുക്കിനി മെഷീനിലിട്ടിട്ട് നന്നായിട്ട് കീമയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കീമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കിച്ചൺ മെഷീനിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ബൗളും അതിൻ്റെ മറ്റ് ടൂൾസൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബീഫ് പീസ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കീമ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നും കാണുന്ന പോലെ സ്പീഡിലൊന്നും ഇതിലാവില്ല കേട്ടോ. പതുക്കെ മാത്രമേ ആവുള്ളൂ, കുറേ ടൈം എടുക്കും. 1.5 കിലോഗ്രാം ബീഫൊക്കെ കീമയാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ചധികം തന്നെ ടൈം എടുക്കും. അത്ര സ്പീഡിലൊന്നും ആവില്ല. പിന്നെ കീമ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്ന മെഷീനിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ കിച്ചൺ മെഷീനിൽ പതുക്കെ ആവുള്ളൂ. ഞാൻ 1.5 കിലോഗ്രാം ബീഫ് കീമയാക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് മുഴുവനും കീമയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഷീനൊക്കെ ഓഫ് ചെയ്യാം. ഈ ബൗളിൽ കണ്ടില്ലേ 1.5 കിലോഗ്രാം ബീഫും ഇവിടെ കീമയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല കീമയായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് മിൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കീമ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കിലോഗ്രാം ബീഫ് കീമയാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് 1/2 കിലോഗ്രാം വരെ മാത്രമേ ഞാൻ കറി വെക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോഗ്രാം ബീഫ് കീമ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കീമ ഉണ്ടാക്കിയിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തിയോ കത്രികയോ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 6 ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളക് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വരെ ഗീയും കൂടി, അതായത് പശുവിൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കറുത്ത ഏലക്കായ് ചേർക്കുകയാണ്, വലിയ ഏലക്കായ്. ഇതില്ലെങ്കിൽ സാധാരണ പച്ച നിറത്തിലുള്ള ഏലക്കായ് 2 എണ്ണം ചേർത്താൽ മതി. ഒരു 4-5 ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടായിട്ട് വരണം. അതിനുശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഉണക്കമുളക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉണക്കമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ സവാള വഴറ്റുക. ഇടയ്ക്കിടെ മാത്രം ഇളക്കി കൊടുത്താൽ മതി. അവസാനം കളർ മാറി തുടങ്ങുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് കീമ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ബീഫിൻ്റെ റെഡ് കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ബീഫിൻ്റെ കളറൊക്കെ മാറി നല്ല വെളുത്ത കളറായി വന്നിട്ടുണ്ട്. നമ്മളൊരു 3-4 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും ഇതിങ്ങനെ കളറ് നന്നായിട്ട് മാറി വരും.
ഈ സമയത്ത് നമുക്കിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. പൊടികൾ ചേർത്തിട്ട് കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. തക്കാളിയും തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കറി അടച്ചു വെക്കാം. എന്നിട്ടൊരു 40 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കാരണം ബീഫ് ആയതുകൊണ്ട് കുറച്ചധികം വേവുണ്ടാവും. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു 6-7 വിസിൽ വരുന്നത് വരെ വേവിക്കാം. പിന്നെ ചില ബീഫിന് വേവ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിക്കുന്ന സമയം തീരുമാനിക്കുക. അപ്പോൾ ഞാനിതൊരു 40-45 മിനിറ്റ് സമയം വരെ എന്തായാലും വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് കഴിഞ്ഞ് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 40-45 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു 3/4 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൽ വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 45 മിനിറ്റൊക്കെ വെക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കണം. കാരണം നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ വറ്റി അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2-3 പ്രാവശ്യമെങ്കിലും തുറന്നിട്ട് ഇളക്കി നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ചേർത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നമുക്ക് ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം മുഴുവൻ വറ്റിയിട്ടാണുള്ളത്. 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. എന്നിട്ട് 10 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടുതൽ വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങ് വെന്ത് ഉടഞ്ഞ് കറിയിലായി കഴിഞ്ഞാൽ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് പാകത്തിന് മാത്രമേ വേവിക്കാവൂ, ഒട്ടും ഉടഞ്ഞു പോകരുത്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി വീണ്ടും തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറിയിലേക്ക് കുറച്ച് പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 4 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 6-7 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. പച്ചമുളക് അധികം വെന്ത് പോകണ്ട. 1 മിനിറ്റ് സമയം മാത്രം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഈ കറി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആലു ബീഫ് കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർക്ക് ഉരുളക്കിഴങ്ങ് ഇടാതെ തന്നെ ഈ കറി ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. സാധാരണ നമ്മൾ ബീഫ് കീമ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആലു ബീഫ് കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. നമുക്ക് ഈ കറി ഒരു ബൗളിലേക്ക് വിളമ്പാം. അപ്പോൾ
അപ്പോൾ ഞാനിന്നിത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു നെയ്ച്ചോറും ആലു ബീഫ് കീമയും കൂടി കഴിക്കാൻ. അപ്പോൾ നമ്മുടെ തന്തൂരി റൊട്ടിക്കും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് ബീഫ് കീമ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. കീമ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയാണ്, കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ പുറത്തുനിന്ന് കീമ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി ആലു ബീഫ് കീമ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്